സലാല വിമാനത്താവളം വഴി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 ഇന്ത്യൻ പൗരന്മാരെ വിദഗ്ധമായി പിടികൂടി ഒമാൻ കസ്റ്റംസ്. 15 കിലോയിലധികം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ലഗേജിനുള്ളിൽ ഉണ്ടായിരുന്ന വാട്ടർ ഹീറ്ററുകളിൽ ഒളിപ്പിച്ചാണ് പ്രതികൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്ന അവസരത്തിലാണ് സലാലയിൽ കഞ്ചാവ് കടത്താനുള്ള ശ്രമം ഒമാൻ കസ്റ്റംസ് വിദഗ്ധമായി പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന മയക്കുമരുന്നിനെതിരായ അന്താരാഷ്ട്ര ദിനാചരണത്തിലും ഒമാൻ പങ്കുചേരും. മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് ഗുളികകളുടെയും അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുക, ലഹരിക്കെതിരായ ചെറുത്തുനിൽപ്പിൽ സാമൂഹിക സഹകരണം മെച്ചപ്പെടുത്തുകയും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിക്കുന്നത്. ലഹരിയുടെ വ്യാപനം ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും അപകടകരമായ വെല്ലുവിളികളിൽ ഒന്നാണെന്ന് റോയൽ ഒമാൻ പോലീസിലെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ സെയ്ദ് സലീം അൽ മവാലി വ്യക്തമാക്കി. ഗൾഫ് മാധ്യമം, മസ്കത്ത്.